ഷിനോ തോമസ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും. വയനാട് രാഹുൽ ഗാന്ധി നേരത്തെ മത്സരരംഗത്ത് ഇറങ്ങിയിരുന്നു. ആനി രാജയും എതിരാളിയായുണ്ട്. ഇപ്പോൾ കെ സുരേന്ദ്രനും വന്നിരിക്കുന്നു ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി. ഒരു ത്രികോണമാക്കി മാറ്റാൻ സിനോജ് കെ സുരേന്ദ്രന് സാധിക്കുമോ? നികേഷ് കുമാർ, അതായത് വയനാട് മണ്ഡലം പൂർണ്ണമായും ഒരു VIP മണ്ഡലം എന്ന് തന്നെ പറയാം. കാരണം രാഹുൽ ഗാന്ധിയും ആനി രാജയും BJP സംസ്ഥാന അധ്യക്ഷനും സർപ്രൈസായിട്ട് വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ത്രികോണ മത്സരം നടത്തണമെന്ന ആഗ്രഹത്തിലാണ് BJP ദേശീയ നേതൃത്വം സംസ്ഥാന അധ്യക്ഷനെ തന്നെ വയനാട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 2019 രാഹുൽ ഗാന്ധി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിൽ നിന്ന് ജയിക്കുന്നത്. 4 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ജയിക്കുന്നു. ആ ഭൂരിപക്ഷം പരമാവധി കുറയ്ക്കുകയാണ് BJPയുടെ ലക്ഷ്യം. ആനി രാജ ജയിക്കാൻ വേണ്ടി തന്നെ വന്നതാണെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. ആ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വയനാട്ടിലേക്ക് അയക്കുന്നത്. കാരണം 4 ലക്ഷത്തിൽ പരമുള്ള വോട്ട് കുറച്ച് കുറഞ്ഞാൽ തന്നെ അത് ദേശീയതലത്തിൽ വലിയ ചർച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വലിയ പ്രചാരണമാക്കി അത് BJP മാറ്റുകയും ചെയ്യും ഭൂരിപക്ഷം കുറയുന്നത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ CPIയുടെ സ്ഥാനാർത്ഥിക്ക് 1 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് കുറഞ്ഞത്. അതായത് PP സുനീർ മത്സരിച്ചപ്പോൾ 2014 അപേക്ഷിച്ച് 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ ഇടതുപക്ഷത്തിന് തന്നെ കുറഞ്ഞിരുന്നു. ഇടതുപക്ഷം കൂടി ആ വോട്ട് തിരിച്ച് ഇക്കുറി പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് വോട്ട് കുറയുകയും ചെയ്യും. ഈ വയനാടിൻ്റെ ചരിത്രത്തിൽ BJP സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികൾക്ക് 8% ഒരു പോളിംഗ് അല്ലെങ്കിൽ വോട്ട് വിഹിതം ഇതുവരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ BD ജയ്സനായിരുന്നു ഈ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി 7.5% അന്ന് വോട്ട് വിഹിതം നേടിയത്. 8% മുകളിലേക്ക് BJP ഇക്കുറി, അതായത് കഴിഞ്ഞ തവണ 80,000-നടുത്ത് വോട്ടുകൾ മാത്രമേ NDAക്ക് നേടാൻ വേണ്ടി വയനാട്ടിൽ സാധിച്ചിട്ടുള്ളൂ. അത് 1 ലക്ഷത്തിന് മുകളിലേക്ക് കൊണ്ടുപോയാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് വോട്ട് വിഹിതം കുറയാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ തിരിച്ചടിയായി പ്രചാരണ ആയുധമാക്കി എടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വയനാടിൻ്റെ ചരിത്രം നമ്മൾ നോക്കേണ്ടതാണ്. കാരണം 40%-ലേറെ ന്യൂനപക്ഷ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് വയനാട്. വയനാട് ജില്ല മാത്രമല്ല, കോഴിക്കോട്, തിരുവമ്പാടി, മലപ്പുറത്ത് വണ്ടൂർ ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന പാർലമെൻറ്റ് മണ്ഡലമാണ് വയനാട്. ന്യൂനപക്ഷ വോട്ടുകൾ ധാരാളമുള്ള ഒരു മണ്ണാണ് വയനാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമായിരിക്കില്ല BJPക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ മലബാറിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം സംസ്ഥാന നേതൃത്വം തുടങ്ങിയിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം സ്വാഭാവികമായും വയനാട്ടിലുണ്ടാകും. രാഹുൽ ഗാന്ധിയും ആനി രാജയും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ ത്രികോണ മത്സരമാക്കി മാറ്റാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് സാധിക്കുമോ എന്നുള്ളതാണ് പരിശോധന. അതിനായി നരേന്ദ്രമോദി അടക്കമുള്ളവർ വയനാട്ടിലെ ചുരം കയറും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും പൊട്ടിപ്പാറും.